മുറ്റത്ത് ഹർഷന്റെ കാർ വന്നു നിന്നതും അകത്തുനിന്ന് മീനാക്ഷിയും നന്ദിനിയും ജാനകിയും വേഗം പുറത്തേക്ക് വന്നു. മറ്റുള്ളവരൊക്കെ തറവാടിന്റെ പുറകുവശത്ത് അല്ലറ ചില്ലറ പണിയിലാണ്. കാറിൽ നിന്ന് മൂവരും ഇറങ്ങിയതും കാണുന്നത് അകത്തുനിന്നും വേഗത്തിൽ വരുന്ന മീനാക്ഷിയാണ്. സന്തോഷത്തോടെ വരുന്ന മീനാക്ഷി സ്റ്റെപ്പുകൾ ഇറങ്ങി വന്ന് പൂജയെ കണ്ടതും ആ മുഖത്തെ സന്തോഷത്തിൽ ചെറിയ മങ്ങലേറ്റു. അമ്മാ! അടുത്തേക്ക് വന്ന മീനാക്ഷിയെ സ്നേഹത്തോടെ പുണർന്നു പൂജ. നിന്റെ മുടി എവിടെ? എന്താ നിന്റെ മുഖത്തൊക്കെ ഒരു മാറ്റം? സുഖവിവരം അറിയുന്നതിനുപരി അവളെ മൊത്തത്തിൽ നോക്കുകയായിരുന്നു മീനാക്ഷി. അപ്പോഴേക്കും ജാനകിയും നന്ദിനിയും അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു. ഒരു മാറ്റം വേണ്ടേ അമ്മേ? മീനാക്ഷിയുടെ കവിളിൽ പതിയെ പിച്ചിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞ പൂജയെ കൂർപ്പിച്ചു നോക്കി മീനാക്ഷി. ദേ എത്തിയില്ല, രണ്ടുപേരും അടികൂടാൻ നിൽക്കേണ്ട, വാ മക്കളെ. നന്ദിനി ഇടയ്ക്ക് കയറി പറയുന്നതിനോടൊപ്പം പൂജയുടെ പിറകിലുള്ള രേഷ്മയെയും നന്ദിനി കൈപിടിച്ച് അകത്തേക്ക് ക്ഷണിച്ചു. യോ ഹർഷേട്ട, ആ ലഗേജ് ഒന്ന് എടുത്ത് വെക്കണേ. മീനാക്ഷിയുടെ തോളിൽ ചാഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നവൾ പെട്ടെന്ന് ഓർമ്മ വന്നതും തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഹർഷൻ അവളെ നോക്കി തലയാട്ടുന്നതിനോടൊപ്പം ഡിക്കി തുറന്ന് അവരുടെ സാധനങ്ങൾ പുറത്തേക്ക് എടുത്തു വെച്ചു. അതേസമയം തന്നെയായിരുന്നു പിറകിലെ ജോലികളൊക്കെ കഴിഞ്ഞ് ചന്തുവും അർജുനും മാധവൻ ഒക്കെ മുൻവശത്തേക്ക് വന്നത്. നിങ്ങൾ എത്തിയോ? എവിടെ പൂജ? എവിടെ? മുറ്റത്ത് ഹർഷനെ കണ്ടതും മാധവൻ വേഗം വന്നു അവന്റെ അടുത്തേക്ക്. അർജുനും ചന്തുവും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് അവരും. ദേ അകത്തേക്ക് പോയിട്ടുണ്ട്, ഞാൻ അവളുടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാ. പറയുന്നതിനോടൊപ്പം എല്ലാം പുറത്തേക്ക് എടുത്തു വെച്ച് അവൻ ഡിക്കി അടച്ചു. വാ അകത്തേക്ക് പോകാം. ഹർഷനെ നോക്കി ഡിക്കിയിൽ നിന്നും പുറത്തെടുത്തു വെച്ച ലഗേജിൽ നിന്ന് ഒരു പെട്ടിയും എടുത്തുകൊണ്ട് അർജുൻ പറഞ്ഞതും മറ്റുള്ളവരും ഓരോന്നെടുത്ത് അകത്തേക്ക് നടന്നു. ചന്തുവിന്റെ മനസ്സാകെ തുടികൊട്ടിയിരിക്കുകയാണ്. 6 മാസങ്ങൾക്ക് ശേഷം പെണ്ണിനെ കാണാനുള്ള വ്യഗ്രത അവനിൽ കൂടി. ഈ 6 മാസങ്ങൾക്കിടയിൽ അവൻ പലതവണ അവളെ ഫോൺ ചെയ്യാനായി ഫോൺ കയ്യിൽ എടുത്തെങ്കിലും എന്തോ ചളുപ്പിൽ അവൻ അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. അർജുൻ അവളോട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞപ്പോഴും ചന്തു അത് വിലക്കിയതാ. അവളെ എന്ന് നേരിൽ താൻ കാണുന്നുവോ അന്ന് അവളോട് തന്റെ പ്രണയം പറയാമെന്ന് ചന്തു ഉറപ്പിച്ചിരുന്നു. ലഗേജൊക്കെ എടുത്ത് അകത്തേക്ക് കയറിയവൻ കണ്ടു ഡൈനിങ് ഹാളിൽ എല്ലാവരും പൂജയ്ക്ക് ചുറ്റും കൂടി നിൽക്കുന്നത്. കയ്യിൽ മെഹന്തി അണിഞ്ഞ് അനുവും അവളുടെ ഒപ്പമുണ്ട്. ലഗേജൊക്കെ ഹാളിൽ വെച്ച് എല്ലാവരും അവരുടെ അടുത്തേക്ക് ചെന്നു. ലഗേജൊക്കെ ഹാളിൽ വെച്ച് എല്ലാവരും അവരുടെ അടുത്തേക്ക് നടന്നു. പൂജ! അർജുൻ എല്ലാവർക്കും നടുവിലായിരിക്കുന്ന പൂജയെ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി. ഏട്ടാ! അവൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ്. അർജുനെ നോക്കിയവൾ കണ്ടു അവന്റെ പിറകെ വരുന്ന ചന്തുവിനെ. പെട്ടെന്ന് അവളുടെ മുഖം വാടിയെങ്കിലും വീണ്ടും മുഖത്ത് പുഞ്ചിരി അണിഞ്ഞു അവൾ അർജുന്റെ അടുത്തേക്ക് വന്നു. അതേസമയം ചന്തു അവളെ നോക്കിക്കാണുകയായിരുന്നു. പോയതുപോലെയല്ല, ആകെ മാറിയിട്ടുണ്ട് പെണ്ണ്. അവളുടെ ഹെയർ സ്റ്റൈൽ പോലും അവന് പിടിച്ചില്ല. ഇടതൂർന്ന് നിൽക്കുന്ന മുടിയായിരുന്നു പെണ്ണിന്. അല്ലെങ്കിലും മുടിയുടെ ടിപ്പ് പരീക്ഷിച്ച് നടക്കുന്ന പെണ്ണാണ് ഇപ്പോൾ മുടിയൊക്കെ മുറിച്ച് ആകെ കോലം കെട്ടിയിരിക്കുന്നത് എന്നവൻ ഓർത്തു. ഇതെന്താടി? അവളുടെ മുടിയിൽ നോക്കിക്കൊണ്ട് അർജുൻ ചോദിച്ചു. മാറ്റം പരീക്ഷിച്ചതാ ഏട്ടാ. അവൾ വിളറിയ ചിരിയോടെ അവന് മറുപടി നൽകുന്നതിനോടൊപ്പം പിറകിൽ നിൽക്കുന്നവരെയും നോക്കി. അച്ഛാ! മാധവനെ വിളിച്ചതും മാധവനും അവളുടെ അരികിലേക്ക് വന്നു. മുടി മുറിക്കണ്ടായിരുന്നു മോളെ. നിനക്ക് വലിയ ഇഷ്ടമായിരുന്നുവല്ലോ മുടി. അവളുടെ ഹെയർ സ്റ്റൈൽ പിടിച്ചില്ല എന്ന് അദ്ദേഹത്തിന്റെ മുഖം പറയും. അത് തന്നെ ഞാൻ ഈ പെണ്ണിനോട് ചോദിക്കുന്നത്. വെറുതെ ആ ഉള്ള മുടി മുറിച്ച് കളയണോ? എന്തൊക്കെ മരുന്നും എണ്ണയും തേച്ചാ ഇടുപ്പറ്റം വരെ ഇവൾ മുടി വളർത്തിയത്. എന്നിട്ട് കണ്ടോ? മീനാക്ഷിക്ക് തീരെ ഇഷ്ടമായില്ല അവൾ മുടി മുറിച്ചത്. എൻ്റെ അമ്മേ, എൻ്റെ ഇഷ്ടമല്ലേ? വന്നപ്പോൾ തൊട്ടുള്ള അമ്മയുടെ ചൊറിച്ചിൽ സംസാരം അവൾക്ക് തീരെ പിടിക്കുന്നില്ല. അവൾ അമ്മയോട് ദേഷ്യത്തോടെ പറഞ്ഞത് മീനാക്ഷി പിന്നെ ഒന്നും മിണ്ടിയില്ല. അതുമല്ല, വന്നപ്പോൾ തൊട്ട് വന്നിരിക്കുന്നത് പഴയ പൂജയല്ലെന്ന് എല്ലാവർക്കും തോന്നിയിരുന്നു. രേഷ്മ, ഇതാണെൻ്റെ ഫാമിലി. ഓരോരുത്തരെയും രേഷ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു പൂജ. രേഷ്മ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം അവരിൽ ഒരാളാകുകയും ചെയ്തു. നീ ചന്തുവിനെ കണ്ടില്ലേ? എല്ലാവരോടും സംസാരിക്കുന്നതിനോടൊപ്പം അവനെ അകറ്റി നിർത്തുന്നത് പോലെ അർജുന് തോന്നി. അതുമല്ല, ചന്തുവിന്റെ മനസ്സ് ആ സമയം അർജുൻ മനസ്സിലാക്കിയിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ എവിടെ പോയി വന്നാലും ചന്തുവിനോട് എന്തെങ്കിലും കാരണമുണ്ടാക്കി സംസാരിക്കുന്നവൾ അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാത്തത് അർജുൻ ശ്രദ്ധിച്ചു. ആ കണ്ടിരുന്നോ? ചന്തുട്ടാ, സുഖമല്ലേ? അവൾ യാതൊരു മാറ്റവുമില്ലാതെ എല്ലാവരോടും വിശേഷം ചോദിക്കുന്നത് പോലെ അവനോടും ചോദിച്ചു. നിനക്കോ? അവന്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം തുടിക്കുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണുകളിൽ അങ്ങനെയൊരു ഭാവമില്ലാത്തത് അവൻ ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ തന്നിലേക്ക് വരുന്ന നോട്ടത്തിൽ പ്രത്യേകത ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ നോട്ടത്തിൽ തീർത്തും നിസ്സംഗഭാവമാണെന്ന് അവന് തോന്നി. അല്ല, അഭി എവിടെ? ചന്തുവിൽ നിന്ന് നോട്ടം മാറ്റി അവൾ ഹർഷനോടായി ചോദിച്ചു. എന്തോ കൂടുതൽ ചന്തുവിനെ നോക്കുവാനോ അവനോട് സംസാരിക്കാനോ പെണ്ണിന് കഴിയുന്നില്ല. സ്വഭാവത്തിലും രൂപത്തിലും മാറ്റം വരുത്തിയാലും പൂജയുടെ മനസ്സിന്റെ ഏതോ കോണിൽ ഇപ്പോഴും അവൻ ഉറച്ചു നിൽപ്പുണ്ട്. അഭി എവിടെ?
ആ സമയമാണ് ഹർഷനും അബിയെ തിരഞ്ഞത്. അവൾ എൻ്റെ റൂമിലുണ്ട്, തല കറങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, കുറച്ച് കിടക്കട്ടെ എന്ന് പറഞ്ഞ് റൂമിൽ കിടപ്പുണ്ട്. അനു പറഞ്ഞതും അപ്പോൾ തന്നെ ഹർഷൻ അനുവിൻ്റെ റൂമിലേക്ക് നടന്നു. അമ്മേ, ഞങ്ങൾക്കും ഫ്രഷ് ആകണം, നല്ല വിശപ്പുമുണ്ട്. ഫ്രഷായി വരുമ്പോഴേക്കും എന്തെങ്കിലും കാര്യമായിട്ടുണ്ടാക്കണേ, മീനാക്ഷിയോട് പറയുന്നതിനോടൊപ്പം രേഷ്മയും കൂട്ടി പൂജ മുകളിലേക്ക് പോയി. ആ സമയവും തന്നിലേക്കൊരു നോട്ടവും അവളിൽ നിന്ന് വരാത്തത് കണ്ടതും ചന്തുവിന് വല്ലാത്ത നിരാശ തോന്നി. പൂജയും രേഷ്മയും മുകളിലേക്ക് പോയതും ഹർഷൻ അബിയുടെ അടുത്തേക്ക് പോയതും പിന്നീട് എല്ലാവരും ഓരോ പണികളിലേക്ക് തിരിയുകയായിരുന്നു. അർജുനും മാധവനും പുറകിലേക്ക് പോയതും ചന്തു മെല്ലെ ആ വീട്ടിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് നടക്കാനാഞ്ഞതും അനു അവൻ്റെ പുറകെ വന്നു. ചന്തുവേട്ടാ. സ്റ്റെപ്പുകൾ ഇറങ്ങി പുറത്തേക്ക് നടക്കാൻ പോയവൻ അനുവിൻ്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. അവൾക്ക് ചന്തുവേട്ടനെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ ആ ഇഷ്ടം ഇപ്പോൾ അവൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് ചന്തുവേട്ടൻ എന്നോടും അഭിയോടും പറഞ്ഞില്ലേ അവളോടൊരു താല്പര്യവുമില്ലെന്ന്. ഞാനത് അവളോട് പറഞ്ഞിരുന്നു. അതിനുശേഷം വിളിക്കുമ്പോൾ ഒരിക്കൽ പോലും ചന്തുവേട്ടനെ അവൾ അന്വേഷിച്ചിരുന്നില്ല. പക്ഷേ അവൾ നിർത്തിക്കൊണ്ടൊന്ന് ചന്തുവിനെ നോക്കി. ഇപ്പോൾ ചന്തുവേട്ടൻ്റെ കണ്ണുകളിൽ ഞാൻ അവളോടുള്ള പ്രണയം കാണുന്നു. അനു അങ്ങനെ പറഞ്ഞതും അവൻ ചെറു പുഞ്ചിരിയോടെ അവളെ നോക്കി. പിന്നെന്തിനാ ചന്തുവേട്ട അന്ന്? അവൾക്ക് അത്രയും ഇഷ്ടമായിരുന്നില്ലേ ചന്തുവേട്ടനെ? ചോദ്യത്തോടെ അനു നോക്കിയെങ്കിലും ചന്തു ഒന്നും പറയാതെ അവൻ്റെ വീട്ടിലേക്ക് നടന്നു. ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി അവൻ പോകുന്നത് നോക്കി അനു അവിടെ തന്നെ നിന്നു. എന്താ എൻ്റെ ഭാര്യയ്ക്ക് പറ്റിയത്? വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് അബി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. വാതിൽ തുറന്ന് റൂമിനകത്ത് കയറിയവൻ അവളുടെ അടുത്തേക്ക് ഇരിക്കുന്നതിനോടൊപ്പം ബെഡിൽ ചാഞ്ഞു കിടക്കുന്നവളുടെ മുടിയിഴകളിൽ തഴുകി. അറിയില്ല ചേട്ടാ, തീരെ വയ്യാത്തതുപോലെ. അവൾ അവൻ്റെ ചുമലിലേക്ക് തല ചേർത്ത് വെച്ചു. ഹോസ്പിറ്റലിൽ പോകണോ? അവളുടെ നെറ്റിയിലേക്ക് കൈവച്ച് ചൂട് നോക്കുന്നതിനോടൊപ്പം അവൻ ക്ഷീണത്തോടെ ഇരിക്കുന്നവളെ നോക്കി. വേണ്ട, കുറച്ചു നേരം കിടന്നാൽ മാറിക്കോളും. വീണ്ടും അവനിലേക്ക് പറ്റിച്ചേർന്ന് അവൾ കണ്ണുകൾ അടച്ചു. എന്നാ വാ, നമുക്ക് റൂമിൽ പോകാം. അവൾക്ക് എത്രമാത്രം ക്ഷീണമുണ്ട് എന്ന് അവളുടെ വാക്കുകളിൽ നിന്നും മുഖത്തു നിന്നും അവന് മനസ്സിലാകുന്നുണ്ട്. വേണ്ട ചേട്ടാ, ഞാൻ കുറച്ചു നേരം ഇവിടെ കിടന്നോട്ടെ, സ്റ്റെപ്പുകൾ കയറാൻ വയ്യ. അബി പറഞ്ഞതും അവൻ അവളുടെ അടുത്തു നിന്ന് എഴുന്നേറ്റ് അവളെ ഇരു കയ്യാലെ കോരിയെടുത്തതും ഒരുമിച്ചായിരുന്നു. ഇരു കയ്യാലെ അബിയെ എടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവൻ റൂമിൽ നിന്ന് ഇറങ്ങിയതും കാണുന്നത് തങ്ങളെ മാത്രം നോക്കി നിൽക്കുന്ന അമ്മയാണ്. എന്താടാ, അവൾക്ക് നടക്കാൻ കഴിയുന്നില്ലേ? ചെറു പുഞ്ചിരിയോടെ നന്ദിനി ഹർഷനെ നോക്കി. തല കറങ്ങുന്നെന്ന് ഇപ്പോഴും തൻ്റെ നെഞ്ചോരം ചേർന്ന് കണ്ണടച്ച് കിടക്കുന്നവളെ ഹർഷൻ നോക്കിക്കൊണ്ട് നന്ദിനിയോട് പറഞ്ഞു. തല കറക്കമോ? നീ റൂമിലേക്ക് മോളെ കിടത്തിയേ. പുഞ്ചിരിയിൽ നിന്നും അബിക്ക് വയ്യ എന്ന് കേട്ടതും നന്ദിനി വേഗം അവൻ്റെ അടുത്തേക്ക് വന്നു. വേണ്ട, ഞാൻ മുകളിൽ. നീ മോളെ അവളെ കിടത്ത് ഹർഷ. നന്ദിനി വീണ്ടും പറഞ്ഞതും അവൻ റൂമിലേക്ക് തിരികെ കയറി അബിയെ ബെഡിലേക്ക് കിടത്തി. തന്നെ കിടത്തിയത് അറിഞ്ഞതും അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു. എന്താ മോളെ, എന്തു പറ്റി? തലകറക്കമാണെന്ന് ഇവൻ പറഞ്ഞല്ലോ മോൾക്ക്. നന്ദിനി വേവലാതിയോടെ അവളുടെ അടുത്തേക്ക് ഇരുന്നു. അറിയില്ലമ്മേ, 1-2 ദിവസമായി തുടങ്ങിയിട്ട്. ഇപ്പോൾ നല്ലതുപോലെയുണ്ട്. അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറയുമ്പോൾ നന്ദിനി അബിയുടെ നെറ്റിയിലൊക്കെ തൊട്ടു നോക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യാം, മോളെ ഡോക്ടറെ കാണിക്കാം. 2 ദിവസമായി എന്ന് പറയുമ്പോൾ അതുമല്ല, മംഗളമായ ചടങ്ങുകൾ നടക്കാൻ പോകുന്നതല്ലേ. അതിനിടയിൽ മോൾക്ക് ഇനിയും തലകറക്കം കൂടിയാൽ സമയം വൈകിക്കേണ്ട ഹർഷ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി വരാം. നന്ദിനി ഹർഷനോട് പറഞ്ഞതും അതാണ് നല്ലതെന്ന് ഹർഷനും തോന്നി. ഏയ് വേണ്ടമ്മേ, കിടന്നാ മാറിക്കോളും. ഹോസ്പിറ്റലിൽ പോകുന്നത് തടഞ്ഞുകൊണ്ട് അബി പറഞ്ഞതും നന്ദിനി അവളെ കൂർപ്പിച്ചു നോക്കി. ഹർഷ, നീ വണ്ടിയെടുക്ക്, നമുക്ക് പോയി വരാം. എവിടെ പോകുന്ന കാര്യമാ പറയുന്നത്? സംസാരം കേട്ടുവന്ന മീനാക്ഷി അവരുടെ അടുത്തേക്ക് വന്നു. പിറകിൽ ജാനകിയുമുണ്ട്. അബിക്ക് വയ്യെന്ന്, ഹോസ്പിറ്റലിൽ പോയി വരാമെന്ന് കരുതി. എന്തു പറ്റി? എന്താ മോളെ? അബിക്ക് വയ്യ എന്നറിഞ്ഞതും ജാനകി വേഗം അവളുടെ അടുത്തേക്കിരുന്നു. ഒന്നുമില്ല അമ്മേ, ചെറിയൊരു തലകറക്കം. ജാനകിയുടെ മുഖത്തെ ആവലാതി മനസ്സിലാക്കി ജാനകിയെ സമാധാനിപ്പിക്കാൻ എന്നോണം അബി പറഞ്ഞു. തലകറക്കമുണ്ടായിട്ട് എന്തേ അമ്മയോട് പറയാതിരുന്നേ? ജാനകി അവളുടെ കവളിൽ തലോടി. ആ അമ്മയുടെ വേദന അമ്മയുടെ വാക്കുകളിലുമുണ്ട്. ഏയ്, ചെറിയ തലകറക്കമായിരുന്നു. ഇന്നെന്തോ തീരെ വയ്യാത്തതുപോലെ. അമ്മയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുവെങ്കിലും അമ്മയുടെ മുഖത്തെ വേവലാതി അവൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ഒരു കാര്യം ചെയ്, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വാ, അതാ നല്ലത്. മീനാക്ഷി പറഞ്ഞതും മറ്റുള്ളവരും അത് ശരിവയ്ക്കുകയായിരുന്നു. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല. അബിയെ വീണ്ടും എടുത്തുകൊണ്ട് ഹർഷൻ തന്നെ മുറ്റത്തേക്ക് നടന്നു. അപ്പോഴേക്കും മറ്റുള്ളവരും അവരുടെ പുറകെ വന്നിരുന്നു. എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നന്ദിനിയും ജാനകിയും അവരുടെ ഒപ്പം ഹോസ്പിറ്റലിലേക്ക് വിട്ടു. എന്താ കുട്ടിക്ക് ഇപ്പോഴൊരു തലകറക്കം? അവർ പോയി കഴിഞ്ഞതും മാധവൻ സംശയത്തോടെ മീനാക്ഷിയെ നോക്കി. അവരുടെ ഒപ്പം അനുവും രാജേന്ദ്രനുമുണ്ട്. ഒരു മംഗളകർമ്മം നടക്കുകയാണല്ലോ, ചിലപ്പോൾ ഒരു സന്തോഷമുള്ള വാർത്തയും കേൾക്കാം.
മാധവൻ ചോദിച്ചതിന് മറുപടി നൽകിക്കൊണ്ട് ചെറുപുഞ്ചിരിയോടെ മീനാക്ഷി അകത്തേക്ക് പോയി. എന്നാൽ മൂവർക്കും മീനാക്ഷി പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായില്ല. മൂവരും പരസ്പരം നോക്കി കൈമലർത്തി. നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ പൊയ്ക്കൂടായിരുന്നോ? അഭിനയത്തിൽ നല്ല ഭാവിയുണ്ട്. റൂമിലേക്ക് എത്തിയതും ബാഗുകളൊക്കെ അവിടെയുള്ള മേശയുടെ മുകളിലേക്ക് വയ്ക്കുന്നതിനോടൊപ്പം ജനലരികിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്നവളോട് രേഷ്മ പറഞ്ഞു. രേഷ്മ അങ്ങനെ പറഞ്ഞതും പുറത്തുനിന്ന് നോട്ടം മാറ്റി സംശയത്തോടെ പൂജ അവളെ നോക്കി. അല്ല, വന്നപ്പോൾ തൊട്ടുള്ള നിന്റെ ആക്ടിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. രേഷ്മ അങ്ങനെ പറഞ്ഞതും അവളെ നോക്കി പതുങ്ങനെ ചിരിച്ചു പെണ്ണ്. എന്താടി ഒരു ചിരി? അവൾ ബെഡിലേക്ക് കമഴ്ന്നു വീണു പൂജയെ നോക്കി. എന്റെ അവസ്ഥ ഓർത്തു ചിരിച്ചതാ. പറയുന്നതിനോടൊപ്പം ജനലരിയിൽ നിന്നും അവളും രേഷ്മയുടെ ഒപ്പം വന്ന് കിടന്നു. ഐ തിങ്ക് നിനക്കൊന്ന് തുറന്ന് സംസാരിച്ചുകൂടെ? എനിക്കെന്തോ നിന്റെ ചന്തോട്ടനെ കണ്ടപ്പോൾ നിന്നെയും പ്രതീക്ഷിച്ച് നിന്നതുപോലെ തോന്നി. കമിഴ്ന്ന് കിടന്നിടത്ത് നിന്നും പൂജയ്ക്ക് നേരെ മുഖം തിരിച്ചു രേഷ്മ. എന്നിട്ട് എനിക്ക് തോന്നിയില്ലല്ലോ. അല്ലെങ്കിലും ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഇനി വെറുതെ നാണം കെട്ട് പിറകെ പോകാൻ വയ്യ. രേഷ്മയോട് പറയുന്നുണ്ടെങ്കിലും പൂജയുടെ ഉള്ളം നീറിപ്പുകയുകയായിരുന്നു. അത്രമാത്രം അവൾ ആ സിയെ ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ സംസാരിച്ചു നോക്കണോ? 6 മാസത്തിനിടയിൽ തൻ്റെ കൂട്ടുകാരുടെ ഉള്ളമറിഞ്ഞ ചങ്ങാതി എന്ന നിലയിൽ രേഷ്മ അവളോട് ചോദിച്ചു. വേണ്ട, അല്ലെങ്കിലും നീ എന്ത് ചോദിക്കാൻ? ഒരിക്കൽ അഭിയും അനുവും ചോദിച്ചതാണ്. അന്നും ചന്തോട്ടൻ്റെ മറുപടി നോ എന്ന് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേറെ ഒരാളുണ്ട്. എല്ലാം അറിഞ്ഞിട്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ മുന്നിൽ നാണം കെടാൻ എനിക്ക് വയ്യ. ഒരാഴ്ചയല്ലേ, ഒരാഴ്ച എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാം. അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പഴയ തിരക്കിലേക്ക് ചെന്നുപെടാം. സീലിംഗിലേക്ക് നോക്കി വേദനയോട് പറയുന്നവളെ പിന്നീട് നോക്കി നിൽക്കുവാനേ രേഷ്മയ്ക്ക് കഴിഞ്ഞുള്ളൂ. വന്ന ക്ഷീണത്തിൽ രണ്ടുപേരും അല്പസമയം മയങ്ങി. രാത്രിയിൽ ഹൽദി ഉണ്ടെന്നറിഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ദിവസം രണ്ടുപേരും ഡാൻസ് പ്രാക്ടീസൊക്കെ ആയിരുന്നു. പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഈ ഹൽദി ഫംഗ്ഷൻ. അനുവും അഭിയും കൂടി തീരുമാനിച്ചപ്പോൾ ഹർഷനും അർജുനും സപ്പോർട്ട് ചെയ്തു. ഓൾഡ് പീപ്പിൾസിന് ഒന്നും ഇഷ്ടമായില്ല ഈ ഹൽദി പരിപാടി. പഴയ നാട്ടുമ്പുറത്തെ കല്യാണം മതിയെന്നാണ് അവരുടെ വെപ്പ്. പിന്നെ അനുവിൻ്റെയും അർജുൻ്റെയും ആഗ്രഹമല്ലേ എന്ന് കരുതി അവർ എല്ലാത്തിനും സമ്മതിച്ചു കൊടുത്തു. മുതിർന്നവരുടെ സമ്മതം കിട്ടിയതും അപ്പോൾ തന്നെ പൂജയെ വിളിച്ചു പറയുകയായിരുന്നു അനു. ഹൽദി അല്ലേ, അപ്പോൾ ഡാൻസും പാട്ടുമൊക്കെ ഉണ്ടായാലേ ഒരു താളമുണ്ടാകുമെന്ന് രേഷ്മ തന്നെയായിരുന്നു നിർബന്ധിച്ച് പൂജയെ കൊണ്ട് ഡാൻസ് പ്രാക്ടീസിന് പങ്കെടുപ്പിച്ചത്. അങ്ങനെയെങ്കിലും അവളുടെ മനസ്സ് കുറച്ചു നേരത്തേക്ക് മാറി നിൽക്കുമല്ലോ എന്ന് രേഷ്മ കരുതി. ഹോസ്പിറ്റലിൽ എത്തിയതും 3 പേരും ഡോക്ടറുടെ ക്യാബിനിലിരുന്നു. അഭിയെ അപ്പോൾ തന്നെ ചെക്കപ്പിനായി ഡോക്ടർ അടുത്തുള്ള റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നു. കാര്യം എന്താണെന്ന് അറിയാതെ ഹർഷൻ ആകെ ടെൻഷൻ അടിച്ചിരിപ്പുണ്ട്. എന്നാൽ നന്ദിനിയുടെയും ജാനകിയുടെയും മുഖത്ത് ചെറിയൊരു തെളിച്ചമില്ലാതെയുമില്ല. എന്തെന്നാൽ അവർക്കറിയാമല്ലോ ഒരു പെണ്ണിന് വരുന്ന മാറ്റങ്ങൾ എന്തുകൊണ്ടാണെന്ന്. ഉറപ്പിക്കാൻ എന്നോണം മാത്രമായിരുന്നു ഈ ഹോസ്പിറ്റൽ വരവ്. കൺഗ്രാജുലേഷൻസ്, അഭിനയ പ്രഗ്നൻ്റ് ആണ്. അകത്തു നിന്നും അഭിയെ ചെക്കപ്പ് ചെയ്ത് പുറത്തേക്ക് ഡോക്ടർ വന്നതും കാര്യം അറിയാനായി ഇരിക്കുന്നവരുടെ നേരെ പുഞ്ചിരിയോടെ ഡോക്ടർ പറഞ്ഞു. ഹർഷന് അതിശയം തോന്നി. ഒപ്പം സന്തോഷത്തോടെ അവൻ 2 അമ്മമാരെയും നോക്കി. അതിൻ്റെ സിംറ്റംസാണ് അഭിനയ്ക്ക് കാണിച്ചത്. വേറെ കുഴപ്പമൊന്നുമില്ല. 2 മന്ത് ആയതേ ഉള്ളൂ. 3 മന്ത് ആകുമ്പോൾ ചെക്കപ്പിന് വരണം. പിന്നെ ചെറിയൊരു റെസ്റ്റ്. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് മാത്രം. വേറെ ആളുടെ ശരീരം നന്നേ വീക്കാണ്. ഭക്ഷണവും നല്ലതുപോലെ കഴിപ്പിക്കണം. ഓക്കെ ഡോക്ടർ. ഡോക്ടർ പറഞ്ഞതിനൊക്കെ അവൻ തലയാട്ടി. അവന് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറയുകയാണ്. പ്രതീക്ഷിക്കാതെയുള്ളൊരു വാർത്ത. ഇങ്ങനൊരു കാര്യം അവൻ മനസ്സിൽ പോലും നനച്ചതേ അല്ല. അഭിനയെ പോയി കണ്ടോളൂ. ഞാൻ മെഡിസിൻ എഴുതിത്തരാം. ഡെയിലി കഴിക്കണം. ഡോക്ടർ പറഞ്ഞതും അപ്പോൾ തന്നെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് 2 അമ്മമാരെയും നോക്കിക്കൊണ്ട് ഹർഷൻ അഭി കിടക്കുന്ന റൂമിലേക്ക് പോയി.